നബിദിനത്തെ വരവേറ്റ് പൊന്നാനി മൗലൂദ് ഓഗസ്റ്റ് 12 ബുധനാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. പ്രവാചക ജന്മദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന മീലാദാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വർഷങ്ങളായി പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് പൊന്നാനി മൗലീദ് എന്ന പേരിൽ നടന്നുവരുന്ന ജനകീയ ആത്മീയ സംഗമം ബുധനാഴ്ച നടക്കും. ഖൽബിലുണ്ട് എൻ്റെ നബി എന്ന പ്രമേയത്തിലാണ് ഈ വർഷം പരിപാടികൾ നടക്കുന്നത്. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച നബികീർത്തന കാവ്യമായ മൻഗൂസ് മൗലൂദ് പാരായണമടക്കം നിരവധി പരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടാകും. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും പടർന്നു പിടിച്ച സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി മഖ്ദൂം കബീർ മൻഗൂസ് മൗലീദ് രചിക്കുകയും പ്രദേശവാസികളോട് സ്ഥിരമായി അവ പാരായണം ചെയ്ത് രോഗശമനത്തിനായി പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അന്നുതൊട്ട് പൊന്നാനിയിലെ വീടുകൾ, കടകൾ, മത്സ്യബന്ധനയാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മൻഗൂസ് മൗലൂദ് പാരായണം ചെയ്തു വരുന്നുണ്ട്. വരും കാലങ്ങളിലും കേരളത്തിലുടനീളം ഈ പാരമ്പര്യം തനിമയോടെ നിലനിർത്തുക എന്ന ദൗത്യമാണ് പൊന്നാനി മൗലീദിലൂടെ സംഘാടകർ നിർവഹിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ബോട്ട് മൗലീദ്, പീടിക മൗലീദ്, പഴമക്കാരുടെ മൗലീദ്, വീട്ടു മൗലീദ്, വളണ്ടിയർ സ്നേഹസംഗമം, നാടുണർത്തൽ, സ്വലാത്ത് ജാഥ എന്നിവ നടക്കും. പൊന്നാനി മൗലീദിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സിയാറത്ത് പള്ളിയിൽ നിന്ന് വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് സ്വലാത്ത് ജാഥ നടക്കും. നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരക്കും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ മുഹമ്മദ് കാസിംകോയ പതാക ഉയർത്തും. സമൂഹ സിയാറത്തിന് സയ്യിദ് സീദിക്കോയ തങ്ങൾ അൽ ബുഹാരി നേതൃത്വം നൽകും. സംസ്ഥാന പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. അബ്ദുൽ മജീദ് ഹസനി അധ്യക്ഷത വഹിക്കും. പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും. സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ, അഷ്റഫ് ഹാജി, SIK തങ്ങൾ മൂതൂർ, അബ്ദുള്ള ബാക്കവി ഇയാട്, യൂസുഫ് ബാക്കവി മാർജരി, അഷ്റഫ് ബാക്കവി അയിരൂർ, റസാഖ് ഫൈസി മാണൂർ, ഹൈദർ മുസ്ലിയാർ, ഹംസ സക്കാഫി, ജാഫർ അസ്ഹരി, മുനീർ പാഴൂർ, ഷിയാബുദ്ദീൻ സക്കാഫി പ്രമുഖ എന്നിവർ സംബന്ധിക്കും. KM മുഹമ്മദ് കാസിംകോയ രചിച്ച മലബാറിൻ്റെ മക്കയായ പൊന്നാനി മക്ബറകളുടെ നാട് എന്ന ഗ്രന്ഥം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് സീദിക്കോയ തങ്ങൾ, KM മുഹമ്മദ് കാസിംകോയ, ഷിയാബുദ്ദീൻ സക്കാഫി പെരുമുക്ക്, അഷ്റഫ് ബാക്കവി അയിരൂർ, ഷാവുൽ ഹമീദ് പുതുപൊന്നാനി, KV സക്കീർ ചമ്രവട്ടം, ഉസ്മാൻ കാമിൽ സക്കാഫി, ഹുസൈൻ അയിരൂർ എന്നിവർ പങ്കെടുത്തു. 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പൊന്നാനി മൗലിദ് വിപുലമായ ഒരുക്കങ്ങളാണ് സ്വാഗത സംഘം സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ആത്മീയ സദസ്സുകൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് മൗലിദ്, പഴമക്കാര മൗലിദ്, പീടിക മൗലിദ്, ഇങ്ങനെ പഴയകാലത്ത് ഉണ്ടായിരുന്ന ആത്മീയ സദസ്സുകളും മൗലിദുകളും ഒക്കെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊന്നാനി മൗലിദിൻ്റെ ഭാഗമായി. വളരെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മീയമായ ശാന്തിയും സമാധാനവും മനസ്സമാധാനവും നൽകുന്ന ഒരു വലിയ ആത്മീയ സദസ്സാണ് ഈ വരുന്ന 12-ാം തീയതി പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ മൗലിദിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലിന്റെ വിളംബരം കൂടിയാണ്. റബീഉൽ അവ്വലിന്റെ വിളംബരം എന്ന് പറഞ്ഞാൽ ലോകത്ത് അന്ന് മാസം സഫർ 28 ഈ വരുന്ന 12-ാം തീയതി ബുധനാഴ്ച ലോകത്തേക്ക് സന്ദേശിക്കുകയാണ്. റബീഉ വസന്തത്തിന്റെ പൂക്കാലം, അസ്റഫുൽ ഖൽഖ് മുത്തറസൂൽ ജന്മദിനം, മുത്തറസൂലിന്റെ ജന്മദിനം എന്ന് പറയുന്ന ലോകത്തിന് വിളംബരം കൂടിയാണ്. സിയാറത്ത് ജുമാഅത്ത് പള്ളിയിൽ ഇബ്രാഹിം ഖാജ മഖ്ദൂം വലിയുള്ളാഹിയുടെ, അതായത് അബ്ദുൽ സൈനുദ്ദീൻ മുപ്പന്റെ എളാപ്പ ഇടയ്ക്കെടുക്കും. എളാപ്പിന് ചാരത്തു നിന്നാണ് ഈ തുടങ്ങുന്നത്. സിയാറത്ത് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെടും. നൂറുകണക്കിലുള്ള മുഅ്മിനീങ്ങൾ, അതിന് യോജിക്കുന്ന ആളുകളൊക്കെ എല്ലാം സഹകരിച്ചുകൊണ്ട് അത് ജുമാഅത്ത് പള്ളിയിൽ പോയി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പീടിക മൗലിദാണ്, ഇന്നലെ നാട്ടുകാരുടെ മൗലിദായിരുന്നു, ബോട്ട് മൗലിദ് കഴിഞ്ഞു. ഓരോ പരിപാടിയും ആ ഷെഡ്യൂൾ പഴമക്കാർ നിലനിർത്തിയതുപോലെ പഴമക്കാരോട് എന്ത് കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മങ്കൂസ് മൗലിദ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച മങ്കൂസ് മൗലിദിനെ, അതുപോലെ തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയും അടുത്ത പ്രദേശങ്ങളിലൊക്കെ മൺമറഞ്ഞുപോയ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രകീർത്തന കാവ്യങ്ങളും രചനകളും ഒരുപാടുണ്ട്.